എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ ഒപ്പം അതുപോലെ ചപ്പാത്തിക്കൊപ്പം ഒക്കെ വിളമ്പാൻ പറ്റിയ സോയ ചങ്ക്സ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് കാണാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സോയ ചങ്ക്സ് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇവിടെ 1 ലിറ്ററോളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. ചെറിയ ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 4 ഏലക്ക ചതച്ചത്, 3 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കുക. അല്പസമയം മൂടി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആ വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടുള്ള സോയ ചങ്ക്സ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മസാലയൊക്കെ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അല്പം ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് പിടിച്ച് വരുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഫൈനലായിട്ടൊരു അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.